الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم ويعذب المنافقين والمنافقات والمشركين والمشركات الظانين بالله ظن السوء عليهم دائرة السوء وغضب الله عليهم ولعنهم وأعد لهم جهنم وساءت مصيرا. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ച് ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവൻ ഇഷ്ടപ്പെട്ട വഴിയിൽ മരണം വരെ ഉറച്ചു മുന്നോട്ടു പോകാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ സംഭവിച്ച ചെറുതും വലുതുമായ എല്ലാ വീഴ്ചകളും ഗഫിർ ദംബും ഖാബിലുത്തൗബുമായ അല്ലാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. സഹോദരന്മാരെ, മനസ്സാണ് നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് എന്ന് വേണം പറയാൻ. മനസ്സ് ഒരു രാജാവും അവയവങ്ങൾ ആ രാജാവിന്റെ സൈന്യങ്ങളുമാണ് എന്ന് സാധാരണ പറയാറുണ്ട്. ആ രാജാവ് ശോഷിച്ചു പോയാൽ അയാളുടെ സൈന്യവും പ്രജകളും എത്ര ദുർബലന്മാരായിട്ട് മാറുമോ അതുപോലെയാണ് നമ്മുടെ മനസ്സ്. ഒരുപാട് വിദ്യാഭ്യാസവും യോഗ്യതയും എല്ലാം ഉണ്ടായിരുന്നിട്ടും പൊടുന്നനെ ആളുകൾ ജീവിത പ്രതിസന്ധിയിൽ പെട്ടെന്ന് ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്ന് തീരുമാനിച്ച് മരണത്തിലേക്ക് സ്വയം എടുത്തു ചാടുന്ന വാർത്തകൾ അനുദിനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ജീവിതം എത്ര പ്രതികൂലമായിരുന്നാലും എത്ര അനുകൂലമായിരുന്നാലും പ്രതീക്ഷകൾ എത്ര തകിടം മറിഞ്ഞാലും നമ്മൾ പ്രതീക്ഷിക്കാത്തത് എത്ര നമ്മെ തേടി വന്നാലും ശരി, മനസ്സ് കരുത്തുള്ളതാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. പ്രതിസന്ധികൾ ഉണ്ടാകരുതേ എന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷെ അങ്ങനെയെല്ലാം ആണെങ്കിൽ പോലും പ്രതിസന്ധികൾ നിങ്ങൾക്കുണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. വലിയ പ്രതീക്ഷകളിലായിരിക്കും നമ്മളൊരു വാഹനം വാങ്ങുന്നത്. ഒരുപക്ഷെ ആ വാഹനത്തിന്റെ അടിയിൽപ്പെട്ട് നമ്മുടെ കുഞ്ഞ് തന്നെ മരിക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ആളുകൾ ചിലപ്പോഴൊക്കെ ചിന്തിക്കും, ഈ വാഹനം എനിക്ക് വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊക്കെ. എന്തോ ഒരു ശാപമുണ്ട്, എന്തോ ആരോ എന്തോ ചെയ്തു വച്ചിട്ടുണ്ട് എന്നൊക്കെ ചില ആളുകൾ പറയാറുണ്ട്. അതൊന്നുമല്ല സഹോദരന്മാരെ, ജീവിതമെന്ന് പറയുന്നത് പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ അതിജയിച്ച് വിജയിച്ച് മുന്നേറാനുള്ള കരുത്ത്
ഉണ്ടോ എന്നുള്ളതാണ് പടച്ചോന് പരീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഈ കാലത്ത് നമ്മളൊക്കെ നല്ല സുഖത്തിലും സൗകര്യത്തിലും സമാധാനത്തിലും കഴിയുമ്പോൾ ചെറിയൊരു വിഷമം തന്നെ, ചെറിയൊരു ബുദ്ധിമുട്ട് തന്നെ നമുക്ക് താങ്ങാനാകാത്ത കാര്യങ്ങളായിട്ട് മാറും അല്ലെ? ഇപ്പൊ ചെറിയ മക്കളൊക്കെ ഫോണ് ജസ്റ്റ് പിടിച്ചു വാങ്ങിയതിന്റെ പേരില്, മിഠായി കൊടുക്കാത്തതിന്റെ പേരില് ഒക്കെ ജീവിതം അവസാനിപ്പിക്കുക എന്ന് പറയുമ്പോ പണ്ട് കാലത്തെ ആളുകളൊക്കെ പറയും ഇതിനൊക്കെ മരിക്കുകയാണെങ്കിൽ എന്നോ മരിക്കണം എന്നൊക്കെ പറയും അല്ലെ? കാരണം അന്നൊന്നില്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ അവർ ഒരുപാട് സഹിച്ചിട്ടാണ് ജീവിച്ചത്. ഇന്നെല്ലാം ആയപ്പോൾ തീരെ സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോയിട്ടുണ്ട്. സഹോദരന്മാരെ, നമ്മുടെ മനസ്സിന് കരുത്തു പകരാൻ പ്രതിസന്ധികൾ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് ഒരിക്കലും പറ്റൂല. കാരണം ആഗ്രഹിക്കാത്ത പ്രതിസന്ധികൾ നമ്മെ തേടി വരും. പിന്നെ എന്താണുള്ളത്? നമ്മുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള തൗഹീദാണ്. ആ തൗഹീദിന്റെ ഭാഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ആ ഒരു നല്ല ഒരു വിചാരം മനസ്സിലെപ്പോഴും വെക്കുക എന്നുള്ളത്. ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബ് തൗഹീദിൽ ഒരു ബാബ് തന്നെ കൊടുത്തിട്ടുണ്ട്. യദുന്നൂന ബില്ലാഹ് ഗൈറൽ ഹഖ്, അല്ലാഹുവിൽ എങ്ങനെയാണോ വിചാരിക്കേണ്ടത് അങ്ങനെയല്ലാതെ പടച്ച റബ്ബിൽ വിവരക്കേട്, ജാഹിലിയത്തിന്റെ ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അള്ളാഹുവിനെ മോശമായി വിചാരിച്ചു വെച്ച ആളുകളുണ്ട് എന്നാണ് പറയുന്നത്. ഇതിലൂടെ ആ ഒരു പടച്ച റബ്ബിലുള്ള സദ്വിചാരം എത്രത്തോളം അനിവാര്യമാണ്, നിർബന്ധമാണ് എന്നത് തെളിയിക്കുന്നുണ്ട് എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ഇതെടുത്തുകൊണ്ട് പറയുന്നത്. സുഹൃത്തുക്കളെ, ഈമാനും മഹബത്തും ഈ ലോകത്ത് നമുക്ക് കിട്ടാനുള്ള ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈമാനുണ്ടാവുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ തൃപ്തിപ്പെടുകയും അല്ലാഹുവിൽ നല്ലൊരു വിചാരം നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്ന ഒരു ഹൃദയമുണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്നാണ് പറയുന്നത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, വല്ലദീ ലാ ഇലാഹ ഗൈറു മാ അഅതാ അബ്ദുൻ മുഅ്മിൻ ഷൈഅൻ ഖൈറൻ മിൻ ഹുസ്നിൽ ളന്നി ബില്ലാഹ്. ഒരു മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിലുള്ള അവന്റെ ആ ഒരു നല്ല വിചാരത്തെക്കാളും വലിയതൊന്നും പടച്ചോൻ മുഅ്മിന് കൊടുത്തിട്ടില്ല എന്നുള്ള. ഒരു മുഅ്മിന് സമ്പത്ത് ചിലപ്പോൾ കുറവായിരിക്കാം, സൗകര്യങ്ങൾ കുറച്ച് കുറവായിരിക്കാം, രോഗം ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്നായിരിക്കാം. പക്ഷേ അവന്റെ ഉള്ളിൽ അള്ളാഹു കൊടുത്ത ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് അള്ളാഹുവിലുള്ളൊരു നല്ല വിചാരമാണ്. ആ നല്ലൊരു വിചാരം ആർക്കെങ്കിലും നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയൊരു നിഅ്മത്ത് എന്നാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, അതുണ്ടെങ്കിൽ നമ്മൾ തളർന്നു പോകൂല. ഉഹുദിന്റെ രണഭൂമിയിൽ ഒരുപാട് പരിക്കുകൾ ഏറ്റുവാങ്ങിയിട്ടാണ് സ്വഹാബത്ത് തിരിച്ചു പോരുന്നത്. ഏതോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, ശത്രുക്കൾ പോയിട്ടില്ല, ഇനിയും നിങ്ങളെ തേടി വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ 10ഉം 60ഉം കുത്തും വെട്ടുമേറ്റ് ശരീരത്തിലെ രക്തം വാർന്നൊഴുകി തളർന്നു പോയിരിക്കുന്ന സഹാബത്ത് എങ്ങനെയായിരിക്കും അതിനെ നോക്കിക്കണ്ടിട്ടുണ്ടാവുക? ഖുർആൻ പറഞ്ഞത് അത് കേട്ടപ്പോൾ അവരുടെ ഈമാൻ ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിച്ചു എന്നാണ് പറഞ്ഞത്. ഖാലൂ ഹസ്ബുനല്ലാഹ്, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോൻ മതി. വനിഅമൽ വക്കീൽ, ഭരമേൽപ്പിക്കാൻ ഏറ്റവും ഉത്തമൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ പ്രതികൂലതയുടെ മുന്നിലാണ് എന്നത് സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഈമാൻ ഉണ്ടെന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, ആ ഈമാൻ നമ്മെ നയിക്കുന്ന, നമ്മുടെ മനസ്സിന് കരുത്ത് നൽകുന്ന, നമ്മുടെ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളിൽ നമ്മെ മുന്നോട്ട് ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നതായിരിക്കണം നമ്മുടെ ഈമാൻ. എന്റെ ജനങ്ങൾ എന്നെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കിയത്? അവർ വിചാരിച്ചത് എന്നെ തെറി വിളിച്ചാൽ, എന്നെ ജയിലിലടച്ചാൽ, എന്നെ നാടുകടത്തിയാൽ എന്റെ മനസ്സിന്റെ സമാധാനവും സന്തോഷവും കെട്ടുപോകുമെന്നാണ്. എന്നാൽ നിങ്ങൾ അറിയാം, എന്റെ സ്വർഗം എന്റെ ഹൃത്തടത്തിനകത്താണ്. ആ ഹൃത്തടത്തിനകത്ത് പടച്ചറപ്പിലുള്ള വിശ്വാസമുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് നിയമങ്ങൾ കൊണ്ടോ, നിങ്ങളുടെ മർദ്ദനങ്ങൾ കൊണ്ടോ, നിങ്ങൾ അയച്ചുവിടുന്ന ആരോപണങ്ങൾ കൊണ്ടോ ഒരു തരത്തിലുമുള്ള പരിക്കും എന്നെ ബാധിപ്പിക്കാൻ കഴിയില്ലെന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് വർഷങ്ങളായി അകാരണമായി ശത്രുക്കൾ കള്ളക്കേസിൽ കുടുക്കി അദ്ദേഹത്തെ ജയിലിടുന്ന സമയത്തൊക്കെയും പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് തളർന്നു പോകാത്ത ഇച്ഛാശക്തിയുള്ള, മനക്കരുത്തുള്ള, കോൺഫിഡൻസ് ഉള്ള, വിൽ പവറുള്ള ഒരു ഹൃദയം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആ ഒരു ഈമാനിന്റെ, ആ ഒരു പടച്ചറബിലുള്ള ആ ഒരു നല്ല ബോധം നമുക്കുണ്ടായിരിക്കണം. ഈമാനൊക്കെ ഇങ്ങനെ തൊള്ളോണ്ട് പറയാന്നല്ലാതെ ഹൃദയത്തിൽ ഇറങ്ങാത്ത കുറച്ച് ആൾക്കാരെ കുറിച്ച് ഖുർആൻ സൂറത്ത് ഹജ്ജിന്റെ 11ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. വമിനൻ നാസ്, ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മയ്യഅ്ബുദുല്ലാഹ അലാ ഹർഫിൻ, അല്ലാഹുവിനെ അവർ ആരാധിക്കുന്നത് ഒരോരത്ത് നിന്നിട്ടാണ്.
മിനിമം എന്തൊക്കെയോ ചില കാര്യങ്ങൾ ചെയ്തിട്ട് ഞാനും മുഅ്മിനാണെന്ന് പറയും. എന്തെങ്കിലുമൊക്കെ ഖൈർ ലഭിക്കുമ്പോ അവൻ പറയും ഹാദാ ദീനുൻ സാലിഹ്, ഈ മതം വല്ലാത്ത ദീൻ തന്നെയാണ്, അടിപൊളി മതമാണ് കേട്ടോ, ഇത് ഭയങ്കര സംഭവമാണ്, ഇത് സ്വീകരിച്ചതിന് ശേഷം ഭയങ്കര ഖൈറും ബർക്കത്തൊക്കെ ഉണ്ട് പറയും. എന്തെങ്കിലും മുസീബത്ത് ബാധിച്ചാലോ അവന്റെ മുഖം കുത്തി തിരിഞ്ഞു കളയും എന്നാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയും എന്ത് ദീനാണിത്, ഇതുകൊണ്ട് എന്ത് സംരക്ഷണ നമുക്ക് ലഭിക്കുന്നത്, ദീൻ നോക്കിയിട്ട് എന്താ കാര്യം എന്നൊക്കെ പറയുന്ന ചില ആളുകളായിരിക്കും എന്നാണ് പറയുന്നത്. അവരെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് ഖസിറദ് ദുനിയ വൽ ആഖിറ എന്നാണ്. അവരുടെ ദുനിയാവും നഷ്ടപ്പെട്ടു പോയി, പരലോകവും നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ്. ഞാൻ ഓതി കേൾപ്പിച്ച ആയത്തില് അള്ളാഹു കപട വിശ്വാസികളെയും ബഹുദൈവാരാധകരെയും എടുത്തുകൊണ്ട് പറയാം യുഅദ്ദിബുല്ലാഹു المنافقين والمنافقات يعذب المنافقين والمنافقات والمشركين والمشركات. മുനാഫിക്കുകളായ സ്ത്രീകളും പുരുഷന്മാരും ബഹുദൈവാരാധകരായ സ്ത്രീ പുരുഷന്മാർ. എന്താ ഇവിടെ പ്രത്യേകത അറിയോ? അവർക്ക് അള്ളാന്റെ ശിക്ഷ ബാധിച്ചിട്ടുണ്ട്. എന്തേ ശിക്ഷ ബാധിക്കാനുള്ള കാരണം? അദ്ദാന്നീന ബില്ലാഹി ദന്ന സൗ എന്നാണ്. അവർ അള്ളാഹിനെ കുറിച്ച് മോശമായ ധാരണയാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മേൽ അള്ളാഹു എന്താണ് നൽകിയിട്ടുള്ളത്? അവർക്ക് ശിക്ഷ നൽകിയെന്ന് മാത്രമല്ല, അവർക്ക് അലൈഹിം ദാഇറത്തുസ് സൗ, മോശമായ ഒരു വലയത്തിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ കോപം, വഗളിബല്ലാഹു അലൈഹിം, അള്ളാഹു അവരുടെ മേൽ അവന്റെ കോപം ഇട്ടുകൊടുത്തിരിക്കുകയാണ്. അതുപോലെ വലഅനഹും, അള്ളാഹു അവരെ ശപിച്ചിരിക്കുകയാണ്. വഅദ്ദ ലഹും ജഹന്നം, അവർക്ക് അള്ളാഹ് നരകമൊരുക്കിയിരിക്കുകയാണ്. വസാഅത്ത് മസീറ, ഇത്ര മോശമായ മടക്കമാണ് അവർക്ക് ചെന്നു ചേരാനുള്ളത് എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയാണ്. ഇത്ര ഗൗരവത്തിൽ ഖുർആനില് 5 ശിക്ഷയുണ്ട് എന്ന് വിളംബരം ചെയ്ത വേറെ ഒന്ന് കാണാൻ കഴിയില്ല എന്നാ പറയുന്നത്. എന്തേ? കപട വിശ്വാസികൾക്കും ബഹുദൈവാരാധകർക്കും അള്ളാഹു 5 ശിക്ഷ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. എന്താ കാരണം? അവർ അള്ളാഹിനെ കുറിച്ച് മോശമായിട്ടുള്ള വിചാരങ്ങളാണ് വെച്ചു പുലർത്തുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഹൃദയത്തിൽ പടച്ച റബ്ബിൽ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്ത് സംഭവിക്കട്ടെ തളരാതെ മുന്നോട്ട് പോകാനുള്ള കരുത്ത് നമുക്ക് ലഭിക്കാൻ, ആ ഈമാനിനെ യഖീനുള്ളതാക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ്. എന്താണ് ഹുസ്നുൽ ളന്ന് എന്ന് പറഞ്ഞാൽ? പണ്ഡിതന്മാർ അതിന് പറഞ്ഞിട്ടുള്ളത് ഹുവ ഖുവ്വത്തുൽ യഖീൻ, യഖീൻ ബിമാ വഅദ അല്ലാഹു തആല ഇബാദഹു മിൻ സഅതി കറമിഹി വറഹ്മതിഹി. അല്ലാഹുവിന്റെ നല്ല ദാസന്മാർക്ക് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസമുണ്ടാവുക എന്നുള്ളതാണ്. യഖീനിന്റെ ഖുവ്വത്താണ് ഹുസ്നുൽ ളന്ന് എന്ന് പറയുന്നത്. നല്ല ഉറച്ച ഉറപ്പുള്ള യഖീൻ, ശക്തമായ ദൃഢവിശ്വാസം ഉണ്ടാവുക. എന്താ ദൃഢവിശ്വാസം? ഞാനൊരു മുഅ്മിനാണ്, എന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്ന് പടച്ചോൻ പറഞ്ഞതാണ്. പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നത് എന്റെ ദറജകൾ ഉയർത്താനും എന്റെ പാപങ്ങൾ പൊറുക്കാനും അല്ലാഹ് എനിക്ക് നിശ്ചയിച്ച, എനിക്കറിയാത്ത ഒരു ഉയർച്ചയിലേക്ക് എന്നെ നയിക്കാനും വേണ്ടി അള്ളാഹു എന്നെ ഒരുക്കുകയാണ് എന്ന് മനസ്സിലാക്കി പടച്ച റബ്ബ് നൽകിയ വാഗ്ദാനത്തിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റും. അതിന്റെ പേരാണ് ഹുസ്നുൽ ളന്ന് ബില്ലാഹ്, അള്ളാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുക എന്നുള്ളത്. എന്തേ സഹാബത്ത് ഉഹുദ് കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോ, അതും അങ്കുലി പരിമിതരായ സഹാബത്ത് മാത്രമുണ്ടായിട്ടും അവർക്ക് പേടിയില്ലാതിരുന്നത്? അവർക്ക് ഉറപ്പുണ്ട് വിശ്വാസികൾ അള്ളാഹു സഹായിക്കുന്നു പറഞ്ഞാൽ സഹായിക്കും, നബി അള്ളാഹ് സംരക്ഷിക്കുന്നു പറഞ്ഞാൽ സംരക്ഷിക്കും. അതിലൊരു സംശയം. സംഭവം അങ്ങനെയൊക്കെ ആണെങ്കിലും നമുക്ക് അതങ്ങട്ട് അതിനെ മാത്രം നോക്കിക്കാൻ നമുക്ക് പറ്റൂലല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു പണിക്കും പോണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ഈമാനിൽ ഒരു ചെറിയ ലാഞ്ചന പോലും ഉണ്ടായിരുന്നു. സുഹൃത്തുക്കളെ, നടുക്കടലിൽ എറിയപ്പെട്ട ഒരാളെ, അതും മത്സ്യം വിഴുങ്ങിയ ഒരാൾ പിന്നെ ജീവനോടെ തിരിച്ചു വരുമെന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതിലുള്ള ലോജിക്ക് ഇതാണ്. സമുദ്രത്തിന്റെ റബ്ബ്, മത്സ്യത്തിന്റെ റബ്ബ്, ആ വിഴുങ്ങപ്പെട്ട മനുഷ്യന്റെ പ്രവാചകൻ യൂനുസിന്റെ റബ്ബ് എല്ലാം ഒന്നാണ്. തീയിലെറിയപ്പെട്ട ഒരാൾ പൊള്ളലേൽക്കാതെ രക്ഷപ്പെടുക എന്നതിൽ എന്ത് ലോജിക്കാണുള്ളത്? അതിലുള്ള ലോജിക്ക് തീയിന് ഉരുക്കാനുള്ള, കരിക്കാനുള്ള ശേഷി കൊടുത്ത റബ്ബാണ്. തീയിന്റെ റബ്ബാണ്, ഇബ്രാഹീമിന്റെ റബ്ബാണ്. അതുകൊണ്ട് തീയെ, ഇബ്രാഹീമിന് മേൽ നീ സമാധാനമാവുക. ഭൂമിയിൽ ഓക്സിജൻ നിറച്ച പടച്ചോൻ കുറച്ചങ്ങട്ട് മുകളിലേക്ക് പോയാൽ അവിടെ അത് വെച്ചിട്ടില്ല.
ഈ നിശ്ചിത ഏരിയയിൽ മാത്രം ഇത് നിറച്ച പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, ഈ പ്രകൃതിയിൽ പാറി നടക്കുന്ന ഭൂമിക്ക് ചുറ്റും ഓക്സിജൻ സംവിധാനിച്ച പടച്ചോന് ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല മത്സ്യത്തിനകത്ത് ഒരു പ്രവാചകൻ ഓക്സിജൻ കൊടുക്കാനും ജീവൻ നിലനിർത്താനുള്ളത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ ഏതെങ്കിലും ഭൗതിക മാപിനികളും അളവുകോലുകളും വെച്ചിട്ടാണ് പടച്ചോനെ കുറിച്ച് വിചാരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വിവരക്കേടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും കഴിവുള്ള, നമ്മുടെ സങ്കല്പങ്ങൾക്ക് ബിയോണ്ട് ദി എക്സ്പെക്ടേഷൻ ആണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മുടെ സങ്കല്പങ്ങൾക്കെല്ലാം അപ്പുറത്ത് കഴിവുള്ളവനാണ്, എല്ലാറ്റിന്റെയും സൃഷ്ടാവാണ് അല്ലാഹു. അതുകൊണ്ട് ആ റബ്ബിലുള്ള വിശ്വാസം, ആ റബ്ബിലുള്ള നല്ല വിചാരം പരിഹാരമുണ്ടാകും എന്ന ആ ഒരു പ്രതീക്ഷ നമ്മുടെ ഈമാൻ ഉറപ്പിക്കുകയും അല്ലാഹിൽ മഹബ്ബത്തുണ്ടാക്കുകയും ജീവിതയാത്രയിൽ നമുക്ക് താങ്ങാവുകയും ചെയ്യും. എങ്ങനെയാണ് അല്ലാഹു നമ്മളോട് പ്രതികരിക്കുക? അല്ലാഹുവിന്റെ വാക്കായി റസൂലുള്ള പറയാണ്, അന ഇൻദ ളന്നി അബ്ദി ബി, എന്റെ ദാസൻ എന്നെ കുറിച്ച് എന്താണോ വിചാരിച്ചിരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് എന്നാണ് പറയുന്നത്. ഒരാൾ പാപം സംഭവിച്ചു പോയി, അയാൾ പശ്ചാത്തപിക്കുമ്പോൾ അയാൾ വിചാരിക്കണം എന്ത്? പാപം പൊറുക്കുന്നവനാണ് എന്റെ റബ്ബ് എന്ന്, ഖേദിച്ചു മടങ്ങിയാൽ സ്വീകരിക്കുമെന്ന്, വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമെന്ന്, ഏത് പ്രതിസന്ധിയിലും എനിക്ക് എന്റെ റബ്ബ് മതിയെന്ന്, ഇങ്ങനെയുള്ള പടച്ച റബ്ബിന്റെ വിശേഷണങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കാൻ. അങ്ങനെ ഹുസ്നുൽ ളന്നുണ്ടെങ്കിൽ അല്ലാഹു നമ്മളോട് ഏറ്റവും നല്ല നിലക്ക് പെരുമാറും. ഇൻ ളന്ന ബി ഖൈറൻ ഫലഹു വ ഇൻ ളന്ന ശർറൻ ഫലഹു. ആരെങ്കിലും എന്നെ കുറിച്ച് മോശമാണ് വിചാരിക്കുന്നതെങ്കിൽ അവനോട് ഞാൻ മോശമായി പ്രതികരിക്കും. ആരെങ്കിലും എന്നോട് നല്ല നിലക്കാണ്, നല്ല വിശ്വാസമാണ് വെച്ചു പുലർത്തുന്നതെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അവനോട് ഏറ്റവും നല്ല നിലക്കായിരിക്കും ഞാൻ പ്രതികരിക്കുക എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരന്മാരെ, അല്ലാഹുവിൽ നല്ലൊരു വിചാരവും അവനുള്ള ആ ഒരു വിശ്വാസവും നമ്മൾ ഊട്ടി ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് ഉണ്ടായിരിക്കേണ്ടത്. മഹാനായ ഹസൻ അൽ ബസ്രി റഹിമഹുല്ലാഹ് പറയുകയുണ്ടായി, ഇന്നൽ മുഅ്മിൻ അഹ്സനൽ ളന്നി ബിറബ്ബിഹി ഫഅഹ്സനൽ അമൽ. ഒരാൾ അല്ലാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തും, അതിലൂടെ അവന്റെ പ്രവർത്തനവും നന്നാകും. അല്ലാഹുവിൽ നല്ല വിചാരം വെച്ച് പുലർത്തുന്നവന്റെ പ്രവർത്തനങ്ങളെ നന്നാവുകയുള്ളൂ എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒരുപാട് ഹറാമുകൾ ജീവിതത്തിൽ വാരിപ്പുണർന്നിട്ട് എല്ലാം പടച്ചോൻ റെഡിയാക്കും എന്ന് വിശ്വസിക്കുന്നതിന്റെ പേരല്ല ഹുസ്നുൽ ളന്ന് എന്ന് പറയുന്നത്. അതൊരിക്കലും ഒരു നല്ല വിചാരമല്ല, അത് പിശാചിന്റെ വഞ്ചനയിൽ നമ്മൾ അകപ്പെട്ടതാണെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. സഹോദരന്മാരെ, പ്രവാചകന്മാർ അവരുടെ പ്രതിസന്ധിയെ തരണം ചെയ്തത് ഈമാൻ കൊണ്ടും അല്ലാഹുവിലുള്ള സദ്വിചാരം കൊണ്ടുമാണ്. മൂസാ അലൈഹിസ്സലാത്തു വസ്സലാം ശത്രുക്കൾ പിന്നിൽ കൂടി, മുന്നിൽ ചെങ്കടലാണ്. ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, എന്റെ കൂടെ എന്റെ പടച്ചോനുണ്ടെന്ന് പറഞ്ഞു, അല്ലേ? സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ പ്രസവിക്കാൻ ഒരു വകുപ്പുമില്ല, അദ്ദേഹമാകട്ടെ വാർദ്ധക്യത്തിലെത്തിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും വലം അകും ബിദുആഇ റബ്ബി ശഖിയ, അല്ലാഹു നിന്നോട് പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരിക്കലും നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല. ആ ഹുസ്നുൽ ളന്നായിരുന്നു അദ്ദേഹത്തെ നയിച്ചിരുന്ന് നമുക്ക് കാണാൻ സാധിക്കും. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം എത്ര കാലം രോഗമായി കിടന്നു. അദ്ദേഹം പ്രാർത്ഥിച്ചത് എന്താണ്? റബ്ബി അന്നീ മസ്സനിയൽ ദുർറു അൻത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, നീ അർഹമുർ റഹീമാണല്ലോ പടച്ചോനെ, എന്തിനാ പടച്ചോനെ എന്നെ ഇങ്ങനെ ഇടങ്ങാറാക്കണേ? ഞാനൊരു നബിയല്ലേ, ഞാൻ ജനങ്ങളെ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ഒരാളായിട്ടും എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് എന്തിനാണ് റബ്ബേ? ഇതിനല്ലല്ലോ ഞാനിതൊന്നും ചെയ്തത് എന്നൊന്നും ചോദിക്കാൻ നിന്നില്ല. പടച്ചോനെ, നീ അർഹമുർ റഹീമാണ്. അല്ലാഹുവിൽ നല്ലൊരു വിചാരം, അല്ലേ? ഹാജറ റളിയല്ലാഹു അൻഹ സഫാ മർവക്കിടയിൽ തനിച്ചാക്കപ്പെട്ടപ്പോൾ ഇബ്രാഹിമിനെ വിളിച്ച് ചോദിച്ച ചോദ്യം അല്ല പറഞ്ഞിട്ടാണോ? അതേ എന്ന് പറഞ്ഞപ്പോൾ, എങ്കിൽ പൊയ്ക്കോളൂ, അല്ല ഞങ്ങൾക്കൊരു വഴി കാണിക്കും, അവൻ ഞങ്ങളെ കൈയൊഴിയുകയില്ല. ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ഉള്ളിൽ നമുക്കുണ്ടായിരിക്കേണ്ടത്. പ്രതീക്ഷയോടെ നാം ഇറങ്ങി പുറപ്പെട്ട കാര്യങ്ങൾ മുടങ്ങുമ്പോൾ ഹസ്ബി അല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പടച്ചോനെ, നീ മതി, നിനക്കേ ഖൈറും ഷർറും അറിയൂ. എന്റെ ഭാവിയെക്കുറിച്ചുള്ള എന്റെ ചിന്തകൾ ശരിയായിക്കൊള്ളണമെന്നില്ല, അതെനിക്ക് ഖൈറായിക്കൊള്ളണമെന്നില്ല. ഖൈറും ഷർറും അറിയുന്നവൻ പടച്ചോനെ നീയാണ്. അതുകൊണ്ട് പടച്ചോനെ ഏൽപ്പിക്കാനും പടച്ചോനിലേക്ക് മടങ്ങാനും നമ്മൾ തയ്യാറാവുക എന്നുള്ളത് ഏത് പ്രയാസഘട്ടത്തിലും. ഈ ഹുസ്നുൽ ളന്ന് എന്ന് പറയുന്നത് അല്ലാഹുവിലുള്ള നല്ല വിചാരം പ്രയാസഘട്ടങ്ങളിൽ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ശൈത്താൻ അവിടെ ഇടം പിടിക്കും. നിസ്കരിച്ചിട്ട് നോമ്പോട്ടൊക്കെ എന്താ ഉണ്ടായത്, എനിക്ക് ഇങ്ങനെ പരീക്ഷണങ്ങൾ ഉണ്ടായില്ലേ എന്ന് പറഞ്ഞ് നമ്മൾ കുറ്റപ്പെടുന്ന അവസ്ഥയുണ്ടാവും. അതുകൊണ്ട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ കുറിച്ച് നല്ല വിചാരം ഉണ്ടാകണം. പടച്ചോനിലേക്ക് കൈകൾ ഉയർത്തുമ്പോൾ നല്ല വിചാരമുണ്ടായിരിക്കണം. എന്താ നല്ല വിചാരമുണ്ടായിരിക്കേണ്ടത്? അല്ലാഹ് പറഞ്ഞ ആയത്താണ് നമുക്ക് ഓർമ്മ വേണ്ടത്. ഇതാ പിന്നെ ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി,
എന്നെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്ക് ഞാൻ ഉത്തരം നൽകും. ആ ഉറച്ച വിശ്വാസം പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ചോദിക്കുമ്പോൾ സഹോദരന്മാരെ നമുക്ക് വേണ്ടതുണ്ട്. യാക്കൂബ് നബി പറഞ്ഞു, ലാ തൈഅസൂ മിർ റൗഹില്ലാ, അല്ലാഹ് നൽകുന്ന ആശ്വാസത്തിൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടരുത് എന്നാണ്. യുസ്തജാബു ലി അഹദികും മാ ലം യഅജൽ, ധൃതി കാണിക്കാത്തിടത്തോളം കാലം അടിമയുടെ ചോദ്യത്തിന് അല്ലാഹ് ഉത്തരം തരുന്നതാണ്. എന്താ ധൃതി കാണിക്കാറ്? എത്ര ചോദിച്ച് ഉത്തരം കിട്ടണില്ലല്ലോ എന്ന് പറയലാണ് ധൃതി കാണിക്കൽ. അത് പടച്ച റബ്ബ് ഉത്തരം തരില്ലെന്ന അള്ളാഹിനെ കുറിച്ചുള്ള മോശമായ വിചാരത്തിൽ നിന്നാണ് അതുണ്ടാകുന്നത്. മനസ്സിലായില്ലേ? എത്ര ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടും ഇവരെന്നെയാണല്ലോ പിന്നെ അധികാരത്തിൽ വന്നത്, ഇപ്പൊ ചെയ്തു കൂട്ടുന്നത് കാണുന്നില്ലേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പ്രാർത്ഥന ഫലം കൊണ്ടില്ല എന്നാണ് അവരുടെ വാക്കിൽ നിന്ന് കിട്ടുന്ന ദ്വയാർത്ഥം. സഹോദരന്മാർ, ഒരിക്കലും അള്ളാഹിനെ കുറിച്ച് അങ്ങനെ ഒരു വിചാരം നമുക്ക് വെച്ചു പുലർത്താൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ നല്ല വിചാരം വേണം. പടച്ച റബ്ബ് ഉത്തരം തരുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടെ വേണം പ്രാർത്ഥിക്കാൻ. മൂന്നാമത്തെ കാര്യം സുഹൃത്തുക്കളെ, നിർബന്ധ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുയിൽ നല്ല വിചാരമുണ്ടായിരിക്കണം. അള്ളാഹു സ്വീകരിക്കുമെന്നും അള്ളാഹ് പ്രതിഫലം നൽകുമെന്നും മൻ ജാഅ ബിൽ ഹസനതി ഫലഹു ഖൈറുൻ മിൻഹാ, ആരെങ്കിലും നന്മ ചെയ്താൽ അതിനുള്ള കൂലി കിട്ടും. അതുകൊണ്ട് ഇതൊക്കെ വെറുതെ നമ്മളിങ്ങനെ ചെയ്തു കൂട്ടല്ലേ എന്ന് വിചാരിക്കേണ്ട. വഴിയിൽ നിന്നൊരു കല്ല് തട്ടിയിട്ടാൽ പോലും സ്വതക്കയുടെ കൂലിയാണ്. കയ്യിൽ നിന്നൊരു ചില്ലറ ഒരു പാവപ്പെട്ടവന് കൊടുത്താൽ പോലും പുണ്യമാണ്. മുഖത്തുള്ള ഒരു പുഞ്ചിരി പോലും സ്വതക്കയാണ്. അതുകൊണ്ട് നന്മകൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹിനെ കുറിച്ചുള്ള നല്ല വിചാരങ്ങൾ ഉണ്ടായിരിക്കണം. നാലാമത്തെ കാര്യം, ഇൻദ സ്വദഖാത്തി വൽ ഇൻഫാഖി ഫീ സബീലില്ലാഹ്, അള്ളാഹിന്റെ മാർഗത്തിൽ സ്വദഖ സമ്പത്ത് ചിലവഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നമ്മളെ നിരാശപ്പെടുത്തരുത്. ഇത് കൊടുത്തിട്ട് ഇപ്പൊ ഞാൻ ഫക്കീറായി പോവോ, ആകെ കുടുങ്ങോ, എന്റെ കാര്യങ്ങളൊക്കെ ആകെപ്പാടെ മുട്ടിപ്പോവോ എന്ന വിചാരമല്ല നമുക്കുണ്ടാകേണ്ടത്. മറിച്ച് എന്താണ് ഉണ്ടാകേണ്ടത്? വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫുഹു, ആരെങ്കിലും അള്ളാഹുവിലേക്ക് ചിലവഴിച്ചാൽ അവൻ ഇരട്ടിയായി അള്ളാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു കൊടുക്കുമെന്ന ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ശൈത്താൻ മനസ്സിൽ ദാരിദ്ര്യം ഓർമ്മപ്പെടുത്തുമ്പോൾ മനസ്സിൽ നമുക്ക് അള്ളാഹു നൽകിയ ഓഫറുകളാണ് ഓർമ്മയുണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിലെ കുടുസതകളിലും പ്രയാസങ്ങളിലും നമുക്ക് അള്ളാഹുവിനെയാണ് ഓർമ്മയുണ്ടായിരിക്കേണ്ടത്. അള്ളാഹുവിനെ ഏൽപ്പിക്കാനുള്ള ആ ഒരു മനസ്സുണ്ടാകുന്നത് അള്ളാഹുവിൽ നല്ല വിചാരമുണ്ടാകുന്ന ആ ഒരു സമയത്താണ്. അതുപോലെ തന്നെ ജീവിതത്തിൽ സംഭവിച്ചു പോയ അബദ്ധങ്ങൾ, തെറ്റുകൾ, അത് സംഭവിച്ചതിന്റെ പേരിൽ നിരാശപ്പെട്ടിട്ട് ആളുകള് പിന്നെ വീണ്ടും ചീത്ത വഴിയിലേക്ക് നീങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഏതായാലും ഞാൻ വടക്കായി, ഞാൻ അങ്ങനെ പോയിക്കോട്ടെ എന്ന് വിചാരിക്കരുത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, തെറ്റ് സംഭവിച്ച എന്റെ അടിമകളെ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടല്ലേ, നിങ്ങൾ തിരിച്ചു വരൂ, ഞാൻ വിശാലമായി പുറത്തു നൽകുന്നവനാണ്. അതുകൊണ്ട് തെറ്റ് സംഭവിച്ചാൽ അള്ളാഹ് പുറത്തു തരുമെന്ന നല്ല വിചാരം, സദ്വിചാരം നമുക്കുണ്ടായിരിക്കുകയും തെറ്റുകളിൽ നിന്ന് വിരമിക്കാൻ നമ്മളെ അത് പ്രേരിപ്പിക്കുകയും ചെയ്യണം. സഹോദരന്മാരെ, മരിക്കുന്ന സമയത്ത് ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നിങ്ങൾ എന്താ അനുഭവിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, അർജു റഹ്മത്ത് റബ്ബി യഖാഫു ദുനൂബി, അള്ളാന്റെ റഹ്മത്ത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്, അള്ളാന്റെ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയും എനിക്കുണ്ട്, എന്റെ തിന്മകളെ കുറിച്ചുള്ള പേടിയും എനിക്കുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹിലുള്ള നല്ല വിചാരവും അള്ളാഹുവിന്റെ ശിക്ഷയിലുള്ള ആ ഒരു ഭയവും ഒരാളിലുണ്ടെങ്കിൽ അയാൾ പ്രതീക്ഷിക്കുന്ന അള്ളാഹു അയാൾക്ക് കൊടുക്കും, അയാൾ ഭയക്കുന്ന കാര്യത്തിൽ നിന്ന് അയാൾക്ക് അള്ളാഹു സംരക്ഷണം നൽകുമെന്നാണ്. അതുകൊണ്ട് എന്ത് കാര്യങ്ങളിലും നമുക്ക് അള്ളാഹുള്ള പ്രതീക്ഷയും സദ്വിചാരവുമാണ് ഉണ്ടായിരിക്കേണ്ടത്. അതുണ്ടാകാൻ അള്ളാഹുവിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, പടച്ച റബ്ബിന്റെ കാര്യങ്ങളിൽ നമ്മൾ വിശ്വസിക്കുക, ആ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ പ്രവർത്തിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കുക. മോശപ്പെട്ട ചിന്തകൾ മനസ്സിൽ പിശാചിട്ട് തരുമ്പോൾ അത് ശൈത്താനിയത്താണെന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അങ്ങനെ ക്ഷമിച്ചും സഹിച്ചും പടച്ച റബ്ബ് കനിഞ്ഞു നൽകിയ ജീവിതം അവസാനിക്കുവോളം അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ എപ്പോഴും അനുകൂലമായ സാഹചര്യങ്ങൾ മാത്രമായിക്കൊള്ളണമെന്നില്ല ജീവിതത്തിലുണ്ടാകുന്നത്. ഏത് സാഹചര്യത്തിലും അവന് കൂട്ടായിട്ട് അവന്റെ ഈമാൻ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതുപോലെ ഭൗതികമായിട്ട് നമുക്കുള്ളൊരു കൂട്ടാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. ഇണകൾ കണ്ടും മനസ്സിലാക്കിയും അറിഞ്ഞും ഇഷ്ടപ്പെട്ടും കുടുംബക്കാർ അന്വേഷിച്ചും വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ചതിൽ പിന്നീട് ജീവിതത്തിലെ
ഭാരങ്ങൾ കൂടുകയല്ല, മറിച്ച് കുറയുകയാണ് വേണ്ടത്. ഉത്തരവാദിത്തങ്ങൾ കൂടുമെങ്കിലും, ചിലവുകൾ കൂടുമെങ്കിലും, ടെൻഷൻ വർദ്ധിക്കുമെങ്കിലും മാനസികമായ സംതൃപ്തിയും സമാധാനവുമായിരിക്കണം കുടുംബങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത്. പലപ്പോഴും അത് ഇന്ന് ഇല്ലാതായി വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എന്തായിരിക്കണം വിവാഹത്തിലൂടെ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എങ്ങനെയാണ് കൊണ്ടു നടക്കേണ്ടത്, ഇതിനെക്കുറിച്ചുള്ള വിവരമില്ലായ്മയും പലപ്പോഴും നമ്മൾ സമൂഹത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്ളോഗർമാർ കാണിച്ചു തരുന്ന വൈവാഹിക ചടങ്ങുകളെ അതുപോലെ അന്ധമായി അനുകരിക്കുകയും ചെയ്തുകൊണ്ടാണ് മുസ്ലിം വൈവാഹിക സദസ്സുകൾ പോലും ഇന്ന് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത്. അതൊരു സിനിമ അഭിനയത്തിന്റെ കേന്ദ്രമായി, പാട്ടിന്റെയും നൃത്തത്തിന്റെയും സ്ത്രീ പുരുഷ സങ്കലനത്തിന്റെയും അതുപോലെ ലഹരി ഉപയോഗങ്ങളുടെയും ആഭാസങ്ങളുടെയും കാട്ടിക്കൂട്ടലുകളുടെയും ഒക്കെ ഒരു വേദിയായി ഇത് മാറിയിരിക്കുകയാണ്. ഇങ്ങനെയെല്ലാം കാണിച്ചുകൂട്ടി ദാമ്പത്യത്തിലേക്ക് പ്രവേശിച്ചിട്ട് അല്പകാലങ്ങൾ കഴിയുമ്പോഴേക്ക് പിന്നെ പൊട്ടലും ചീറ്റലും അവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, തൊട്ട് ദിവസങ്ങളിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദാമ്പത്യ ജീവിതത്തിന്റെ പരാജയം കാരണത്താൽ ജീവിതം ഒടുക്കുന്നവരുടെ ചിത്രങ്ങളാണ്, അല്ലെ? ഈ മഴക്കാലത്ത് കുത്തിയൊഴുകുന്ന പുഴയിലേക്ക് സ്വന്തം കുഞ്ഞിനെയും കൊണ്ട് എടുത്തു ചാടുമ്പോൾ സ്വന്തം ഭർത്താവുമായുള്ള പിണക്കവും, ആ ഭർത്താവ് വിദേശത്തുനിന്ന് വന്നാൽ തന്റെ കുഞ്ഞിനെ അയാൾ കൊണ്ടുപോകുമെന്നുള്ള ആ ഒരു പേടിയിലുമൊക്കെ പല പ്രശ്നങ്ങളും അതിന്റെ പിന്നിലുണ്ടായിരിക്കാം. എന്നിരുന്നാൽ പോലും ഇണകളായി ജീവിക്കുന്ന ആളുകൾക്കിടയിൽ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊരാളുടെ ജീവൻ തന്നെ എടുക്കാൻ കാരണമാകും എന്നതിന് ധാരാളം തെളിവുകൾ നമ്മുടെ ചുറ്റുഭാഗത്തുണ്ട്. നമ്മൾ നല്ല മനക്കരുത്തുള്ള ആളായിരിക്കാം, നമുക്കൊന്നും ബാധിക്കുന്നുണ്ടാവുകയില്ല. പക്ഷെ നമ്മുടെ ഇണ അസ്വസ്ഥയാണെങ്കിൽ, നമ്മുടെ ഇണ അസമാധാനത്തിലാണെങ്കിൽ, അവർക്ക് നമ്മോടൊത്തുള്ള ജീവിതം ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നമ്മൾ നല്ലൊരു ബിസിനസ്സുകാരനായി എന്നതോ, നമ്മൾ നല്ലൊരു അധ്യാപകനായി എന്നതോ, നമ്മൾ സമൂഹത്തിൽ നല്ല സ്ഥാനമാനവും സ്റ്റാറ്റസുമുള്ള ഒരാളായി എന്നതോ ഒന്നും ഒരു ക്വാളിറ്റി അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖിയാറുക്കും ലിഅഹ്ലിക്കും, നിങ്ങളുടെ കുടുംബത്തോട് മാന്യമായി പെരുമാറുന്നവനാണ് നിങ്ങളിൽ ഏറ്റവും നല്ലവൻ. നാട്ടുകാരോടൊക്കെ മാന്യമായി പുഞ്ചിരിച്ച് സംസാരിക്കുന്ന, വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്ന ആളുകൾ സ്വന്തം ഇണകളോട്, സ്വന്തം മക്കളോട്, സ്വന്തം കുടുംബത്തോട് വളരെ മോശമായി പ്രതികരിക്കുന്ന, എല്ലാറ്റിനും ചീത്ത പറയുന്ന, എല്ലാറ്റിനും ബഹളം വെക്കുന്ന, ചെയ്യുന്ന അധ്വാനങ്ങളൊന്നും കാണാത്ത, സ്നേഹത്തിന് വില നൽകാത്ത, ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന് യാതൊരു പരിഗണനയും നൽകാതെ അയാളെ ഇൻസൾട്ട് ചെയ്യുന്ന ദാമ്പത്യങ്ങളും ഇന്ന് തള്ളി നീക്കി മുന്നോട്ട് പോകുന്നുണ്ട്. ഏറ്റവും അധികം ഡിവോഴ്സ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സാക്ഷര കേരളത്തിലാണ് എന്ന് പറയുമ്പോൾ എന്താണ് നാം നേടിയ സാക്ഷരത എന്നതിന് ഒരു പുതിയ ഡെഫിനിഷൻ നമ്മൾ കണ്ടെത്തിയേ മതിയാകും. അതുകൊണ്ട് നല്ല ഭാര്യയാകാനും നല്ല ഭർത്താവാകാനും നമുക്ക് പറ്റുമ്പോഴാണ് നല്ല മക്കളാകുന്നതും, മക്കൾ ജീവിതം, കുടുംബജീവിതം ഏറ്റവും നല്ലതാണ് എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കാനുമൊക്കെ പറ്റുകയുള്ളൂ. നല്ലൊരു ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ സ്വന്തം ഭാര്യമാരെ പീഡിപ്പിക്കുന്നവരാകരുത്. 18 കൊല്ലം പോറ്റി വളർത്തി നമ്മുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ അതൊരു ഉത്തരവാദിത്വമാണ്. ആ ഉത്തരവാദിത്വം വലുതാണ്, അത് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, റിജാലു ഖവ്വാമൂന അലൻ നിസാ, പുരുഷന്മാരെ, സ്ത്രീകളുടെ മുഴുവൻ ഉത്തരവാദിത്വവും നിങ്ങളുടെ മേലാണ്. അവരുടെ ദീനിനെ, അവരുടെ ശരീരത്തെ, അവരുടെ മനസ്സിനെ, അവരുടെ എല്ലാറ്റിനെയും സംരക്ഷിക്കേണ്ട ചുമതലയാണ് നമുക്കെല്ലാവർക്കും ഉള്ളത്. മനസ്സിലായല്ലേ? ആ ഒരു ചുമതല നമ്മൾ നിർവഹിച്ചേ പറ്റൂ. ഈ ലോകത്തോട് വിട പറയുമ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങൾ നിങ്ങളുടെ സ്ത്രീകളുടെ കാര്യം പ്രത്യേകം സൂക്ഷിക്കണമെന്നാണ്. പുരുഷന്മാരെ, സ്ത്രീകൾക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളുണ്ട്. വെറും നിങ്ങളെ കാര്യങ്ങൾ, നിങ്ങളെ വീട്ടിലെ ജോലികൾ, നിങ്ങളെ മക്കളെ കാര്യങ്ങളും ചെയ്തു പോകാൻ ഒരാള് എന്ന നിലക്കാണെങ്കിൽ ഒരു ഹോം നഴ്സിനെ ഫിക്സ് ചെയ്തിട്ട് ടൈം സെറ്റ് ചെയ്തിട്ട് അയാൾക്ക് ശമ്പളം കൊടുത്താൽ മതിയാവുമല്ലോ. ഇതൊരു മനുഷ്യനും തന്റെ കൂടെ പോരാൻ തയ്യാറായ, തന്റെ കൂടെ ജീവിക്കുന്ന ഒരു ഇണയാണ് എന്നതുകൊണ്ട് തന്നെ ആ അധ്വാനം സ്നേഹത്തിന്റെ ഭാഗമാണ്. ആ അധ്വാനത്തെ നാം കണ്ടേ പറ്റൂ. അവർക്ക് വേണ്ട പരിഗണനകൾ നമ്മൾ നൽകിയേ പറ്റൂ. അവർക്ക് വേണ്ട സംരക്ഷണം നമ്മൾ നൽകിയേ പറ്റൂ. അവരെ ബഹുമാനിച്ചും ആദരിച്ചും സ്നേഹിച്ചും കൊണ്ടു നടന്നേ പറ്റൂ. പരസ്പരമുള്ള ഇണക്കം വളരെ അനിവാര്യമാണ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാല് നല്ല മതബോധം ഉണ്ടാകണം. ഇന്ന് മതമല്ല നോക്കുന്നത്, സമ്പത്തും തറവാടും വിദ്യാഭ്യാസവും ഒക്കെയാണ് നോക്കുന്നത്. അത് നോക്കുന്ന ആൾക്കാർക്ക് മതബോധം വലിയൊരു പ്രശ്നമൊന്നുമല്ല. അതൊന്നും പ്രശ്നമില്ല, ആൾക്ക് പിന്നെ ഉണ്ടാക്കിയെടുക്കാന്നൊക്കെ പറയാം.
മതം നോക്കുന്ന ആളുകൾക്ക് മതപരമായ കാര്യങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കും. മതം നോക്കുമ്പോ ഭയങ്കര സമാധാനമാണ്. മതത്തിൽ ഒരു മനുഷ്യനാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നത് കൊണ്ട് തന്നെ മതബോധം നോക്കിയിട്ട് ദാമ്പത്യ ജീവിതത്തിലേക്ക് കയറുന്നവർക്ക് വളരെ ആശ്വാസവും സന്തോഷവും കുളിർമയും ഉണ്ടാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. ആ മതം പഠിപ്പിക്കുന്നത് ആശിറൂഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറണം എന്നുള്ളതാണ്. വലഹുന്ന മിസ്ലല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ്, നിങ്ങൾക്ക് അവരുടെ മേൽ നിങ്ങൾക്ക് കിട്ടേണ്ട കാര്യങ്ങളുള്ളതുപോലെ തന്നെ നിങ്ങൾക്ക് അവരോടും ചില ബാധ്യതകളുണ്ട്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് ആണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ, അവകാശങ്ങൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സന്തോഷത്തോടുകൂടെ സമാധാനത്തോടെ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനും വികാരത്തെ തൊട്ടറിയുവാനും പ്രയാസങ്ങളിൽ താങ്ങും തണലുമാകുവാനും ഒരുപാട് തിരക്കുള്ള റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുജോലിയിൽ വരെ ഭാര്യമാരെ സഹായിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് വേണ്ട സഹായങ്ങൾ ഒരുക്കി കൊടുക്കാനും അവരുടെ ദീനിന്റെ, ശരീരത്തിന്റെ, മനസ്സിന്റെ എല്ലാ സന്തോഷത്തിനും വിജയത്തിനും ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനും നമ്മളെല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. തിരിച്ചും ഭാര്യമാർ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഭർത്താവിനുള്ള ആദരവും അനുസരണവും, അയാൾ ഇഷ്ടപ്പെടുന്നത് പോലെ ദീന് പാലിച്ചുള്ള ഒരു ജീവിതവും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യങ്ങളാണ്. ഒരുമിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനോ നീയോ വലുത് എന്ന് നോക്കാതെ നമ്മൾ രണ്ടുപേരും ഒന്നാണ്. ഇണങ്ങി ജീവിക്കാൻ, സ്നേഹിക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, ചേർത്ത് പിടിക്കാൻ സാധിച്ചാൽ ഈ ലോകം നമുക്ക് നൽകുന്ന മറ്റൊരു സ്വർഗമാണ് നമ്മുടെ കുടുംബം. ആ ഒരു നിലക്ക് നമ്മുടെ കുടുംബം മാറും എന്നത് മനസ്സിലാക്കുക. ചുറ്റുപാട് നിന്നും കേൾക്കുന്ന ദുരന്തങ്ങൾ നമ്മുടെ കുടുംബത്തിൽ കേൾക്കാതിരിക്കാൻ ചുരുങ്ങിയ സമയം ഒരു ഉണർത്തൽ നൽകിയെന്ന് മാത്രമേ ഉള്ളൂ. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ വീഴ്ചകളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മുടെ രോഗികൾക്ക് അള്ളാഹു ശിഫാഉൻ ആജിൽ സമ്മാനിക്കട്ടെ. നമ്മിൽ മരിച്ചു പിരിഞ്ഞ വിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാവട്ടെ. നാം അനുഭവിക്കുന്ന മാനസിക, ശാരീരികമായ എല്ലാ പ്രയാസങ്ങളും അള്ളാഹു ദൂരീകരിച്ച് നൽകുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് നൽകി നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മുടെ രാജ്യത്ത് അല്ലാഹു സമാധാന അന്തരീക്ഷം നിലനിർത്തി തരുമാറാവട്ടെ. ഇവിടെ അനൈക്യവും ചിത്രതയും കലാപവും വിതയ്ക്കുന്ന ആളുകൾക്ക് അല്ലാഹു കനത്ത തിരിച്ചടി പ്രദാനം ചെയ്യുമാറാവട്ടെ. രാജ്യസ്നേഹികൾക്ക് അല്ലാഹു രാജ്യത്തിന്റെ അധികാരം തിരിച്ചു നൽകുമാറാവട്ടെ. ഈ രാജ്യത്തിന്റെ അഖണ്ഡതയും ഐക്യവും തകർക്കാൻ കുതന്ത്രങ്ങൾ മെനയുന്നവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അവിടെ സംഘശക്തി അല്ലാഹു ചിന്ന ഭിന്നമാക്കുമാറാവട്ടെ. അവരുടെ ആസൂത്രണങ്ങൾ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. ഫലസ്തീനിലും മറ്റും ഇന്നും പീഡിപ്പിക്കപ്പെടുന്ന ആളുകൾക്ക് അല്ലാഹു ആശ്വാസവും സ്വതന്ത്രവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വ്യാപിക്കുന്ന മാറാരോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.